ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1513 ദിവസമായി ഇന്ന് 2025 ജൂലൈ മാസം 6 തീയതി ഞായറാഴ്ച. 1200 ആണ്ട് മിഥുനമാസം 22 തീയതി. ഗുരുവചനങ്ങളിലൂടെ ദിനംതോറുമുള്ള ശുദ്ധജല സ്നാനം, കണ്ണ്, കാത്, പല്ല്, നഖം മുതലായവ ശുദ്ധിയാക്കുക. അഴുക്കില്ലാത്ത വസ്ത്രം ധരിക്കുക. നല്ല വായു ശ്വസിക്കുക. നല്ല ആഹാരം കഴിക്കുക. ശുദ്ധജലം കുടിക്കുക. കൈകാലുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഇവയാണ് ദേഹശുദ്ധി. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ അദ്വൈത വേദാന്തത്തിലെ യോഗയുക്തി എന്ന് വിവരിക്കുന്നതിൻ്റെ 28ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ കൂടുതൽ മനുഷ്യോചിതമായ അർത്ഥത്തിൽ ഉത്കർഷേച്ഛയുള്ളവനായി തീരേണ്ടിയിരിക്കുന്നു. ഇത് കൈവരണമെങ്കിൽ ചിന്തയെ ശരിയായ വഴിക്ക് നയിക്കാൻ ധ്യാനാത്മകമായ മനനം ഓടിയെത്തണം. നാരായണഗുരുവിൻ്റെ വാക്കുകളിൽ അത്തരമൊരു സമഗ്ര ചിന്തയുടെ ചൈതന്യമുറ്റ ബീജങ്ങളുണ്ട്. അവ മനുഷ്യൻ്റെ വൃഷ്ടിഗതവും സമഷ്ടിഗതവുമായ സന്തുഷ്ടിയിലാണ് ഉറപ്പ് കണ്ടെത്തുന്നത്. വാസ്തവത്തിൽ ഒരു ഗുരുവിലുള്ള ഗുരുത്വം മനുഷ്യരാശിയുടെ മുഴുവൻ ക്ഷേമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യത്തിലും സാർവത്രികമായ മാനുഷിക മൂല്യങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ കെൽപ്പുള്ളവരാക്കി തീർക്കുക എന്ന സ്വധർമ്മ നിർവഹണത്തിലുമാണ് അടങ്ങിയിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഗുരുവെന്ന് വിളിക്കപ്പെടാൻ അർഹരായവരെല്ലാം ജഗത് ഗുരുക്കന്മാരാണ്. അത്തരമൊരു ജഗത് ഗുരു തൻ്റെ സമകാലീനരുടെ കണ്ണിൽ വെറുമൊരു എളിയവനായി തോന്നിയേക്കാം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ അവർ നിന്ദിച്ചെന്നു വരാം. എന്നാൽ അദ്ദേഹം ധ്യാനാത്മകമായ മനനരഹസ്യത്തിൻ്റെ ദീപശിഖയുമേന്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആ ദീപശിഖ സങ്കുചിതമായ എല്ലാ വിഭാഗീയതകളുടെയും അതിർവരമ്പുകളെ തട്ടിമാറ്റിക്കൊണ്ട് സഹോദര മനുഷ്യനോടും അയൽക്കാരനോടും കൈകോർത്ത് പിടിച്ച് ഭേവഭാവനകളെല്ലാം കൈവെടിഞ്ഞ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനെന്നവണ്ണം സുധീരമായൊരു സാഹസികതയോടുകൂടി, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്വാതന്ത്ര്യത്തോടുകൂടി ഇറങ്ങിച്ചെല്ലുവാൻ നമ്മെ സഹായിക്കുന്ന ചൈതന്യവത്തായൊരു തത്വദർശനത്തിൻ്റെ വെളിച്ചം എങ്ങും പരത്തുന്നതായി കാണാം. അക്കാരണത്താൽ അദ്വൈത വേദാന്ത ജീവിതം യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നതിൽ നിന്ന് തടി തപ്പുന്നതിനുള്ള ഒരു പാലായനവാദമല്ല, നേരെ മറിച്ച് മാനവക്ഷേമത്തെ ഉറപ്പുവരുത്തുന്നതിന് അനിവാര്യമായ സഹായവും അതിനുവേണ്ട ശക്തിയുടെ പ്രഭവസ്ഥാനവുമാണ്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.